ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷവർമ ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഷവർമ. എന്നാൽ നമുക്ക് എപ്പോഴും കടകളിൽ നിന്നൊക്കെ പോയി കഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കഴിക്കാനൊക്കെ വളരെ ഹാൻഡി ആയിട്ടുള്ള കൊച്ചു വലിപ്പത്തിലുള്ള ഇന്ന് ഷവർമ ബോളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കുട്ടി ഷവർമ ബോൾ തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 മുട്ടയുടെ മഞ്ഞയും വെള്ളയും തന്നെ നമുക്ക് ഒരുപോലെ ഉപയോഗിക്കണം കേട്ടോ. അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മളിതൊരു മയനൈസാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു ഗാർലിക് മയനൈസ്. അപ്പോൾ അത് നമ്മൾ കടകളിൽ നിന്നൊന്നും മേടിക്കാതെ ഒരു പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 വെളുത്തുള്ളി. നിങ്ങൾക്ക് ഒത്തിരി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 2 എന്നുള്ളത് 1 ആക്കി കുറയ്ക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ നാരങ്ങയുടെ നീരാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നാരങ്ങയുടെ നീരിന് പകരം വിനാഗിരി ഉണ്ടല്ലോ, ചൊറുക്ക, അത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 30-40 സെക്കൻഡ് മാത്രം അടിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതിനകത്തോട്ട് 1/2 കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ ഓയിലും നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല. ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് ഇത് മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ഇത് അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പം ഈ ഒരു ഇച്ചിരിയും കൂടെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 1/4 കപ്പും കൂടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഈ ഒരു മയനൈസിനൊക്കെ അകത്ത് അവർ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇച്ചിരി കൂടി ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പഞ്ചസാരയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടയ്ക്ക് 1/2 കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ മയനൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ വരുന്നത്. ആ ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒത്തിരി ലൂസാക്കി എടുക്കരുത്. അത്യാവശ്യം ഈ ഒരു രീതിക്ക് നമുക്ക് ഒരു തിക്നെസ്സിൽ വേണം മയനൈസ് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി ഒഴിക്കാം. ഇനി ഈ ബൗളിലാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു സ്നാക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് മസാല വഴറ്റോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്ക് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു മയനൈസിനകത്തോട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, ഏകദേശം ഒരു 1/4 കപ്പ് ക്യാരറ്റ്, അതുപോലെ ഒരു സവോളയുടെ പകുതി അത് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ക്യാബേജും 1/2 കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ 3ഉം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഈ ക്യാബേജ് തീർച്ചയായിട്ടും ചേർക്കണം. അതിൽ ഒരു കോംപ്രമൈസ് പാടില്ല കേട്ടോ. കാരണം നമുക്ക് ഷവർമ എന്നൊക്കെ പറയുമ്പം ഏറ്റവും ആദ്യം ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് ആ ക്യാബേജിൻ്റെയും അതുപോലെ ആ ഒരു ക്യാരറ്റിൻ്റെയും ഒരു ഫ്ലേവർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് 2 മസ്റ്റായിട്ട് ചേർക്കണം. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇച്ചിരി ഒരു എരിവും ആ ഒരു പെപ്പറിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തതാണ്, വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇതിപ്പോൾ ഭയങ്കര ഒരു വാട്ടറി പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് നമുക്കിതൊരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെയുള്ള ആ ഒരു മാവിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ചേർക്കാം. ഒന്ന് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ബ്രെഡ് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ചേർക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ വെറുതെ പിച്ചി ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ സൈഡും ക്രസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആദ്യം 2 ബ്രെഡാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നോക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മാവ് കയ്യിൽ പിടിക്കാൻ മാത്രമുള്ളൊരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 2 ബ്രെഡും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ബ്രെഡൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വരും കേട്ടോ, ആ ഒരു മയനൈസിലൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടക്കുമ്പോഴേ. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ആ ബ്രെഡൊക്കെ ഒന്ന് ചെറുതായി തുടങ്ങും. പിന്നെ ആ പാത്രത്തിനകത്തുള്ള മയനൈസൊക്കെ ബ്രെഡിലൊക്കെ നന്നായിട്ട് തന്നെ സോക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഒരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഒത്തിരി ബ്രെഡ് ആഡ് ചെയ്ത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു നനവ് പോലെയാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിനകത്ത് ഇനി ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് ഇതൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിന്നിപ്പോൾ റൗണ്ട് ഷേപ്പാണ്, നമ്മൾ ബോൾ എന്നൊക്കെയല്ല പറയുന്നത്, അതുകൊണ്ട് ഒരു ഷവർമ ബോൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യിലൊന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് നനച്ചിട്ട് ഒന്ന് ഉണ്ട പിടിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ അത് കിട്ടും കേട്ടോ. അതങ്ങനെ ഒത്തിരി അങ്ങ് ഇതായി പോകത്തൊന്നുമില്ല, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് ഒരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു രീതിക്ക് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് ആദ്യം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ വീണ്ടും ഒരു 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മുട്ടയിൽ കോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ഒരു ഇച്ചിരി പത പോലെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പതഞ്ഞ് വരത്തില്ല, അത് ഈ ഒരു സ്നാക്കിന് കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഈ ഒരു മൈദമാവിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് പുരട്ടിയെടുത്തിട്ടാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒത്തിരി തിക്കും അല്ല, ഒത്തിരി ലൂസും അല്ലാത്ത ഒരു മീഡിയം രീതിയിലുള്ള ഒരു ഒരു മാവാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇതാണ് ബ്രെഡ് ക്രംസ് ഞാൻ 2 ബ്രെഡ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നിന്ന് ഒരു ബോൾ എടുക്കുക. ആദ്യം ആ മാവിലൊന്ന് മുക്കിയെടുക്കുക. അപ്പം മാവിൽ മുക്കിയെടുക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്, ഇത് മയനൈസ് ഇച്ചിരി ഒന്ന് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആ ബ്രെഡ് ക്രംസിൽ ഒന്ന് പുരട്ടിയെടുക്കാം. അതിനുശേഷം മാവിൽ മുക്കുക. പിന്നെയും ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുത്തിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പം നമുക്കത് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഇതൊരു പാത്രത്തിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ആ ഒരു ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് കയ്യിലൊന്നും കൂടെ നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതൊക്കെ. എന്നിട്ട് നമുക്കിനി വീണ്ടും ആ മാവിനകത്തോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഡിപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടി ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ എണ്ണയിലോട്ടൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒത്തിരി ബ്രൗൺ ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് വേവാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ ഒരു മൈദയുടെ കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് വരണം എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി ബ്രൗൺ കളർ ആക്കരുത്, ഞാനിത് വൈറ്റ് കളറായിട്ട് തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കാണുമ്പോൾ ഒരു വൈറ്റ് കളർ പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വറുത്ത് കോരി ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഷവർമ ബോൾ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഷവർമ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമല്ലാത്ത ആരുമില്ല. അപ്പം ആ ഷവർമ നമ്മുടെ വീട്ടിൽ തന്നെ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ക്യാബേജും ക്യാരറ്റും ഒക്കെ ചേർക്കുക. പിന്നെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല മയണൈസിൻ്റെ ആ ഒരു കോട്ടിങ്ങും ഒക്കെ കൂടെ ചേർത്ത് സൂപ്പറാണ്. പിന്നെ പുറമെ ഇച്ചിരി ക്രിസ്പിനെസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.